പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ വിജയിച്ചിട്ടുള്ളത്? അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊന്നും ഉണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അച്ഛനമ്മമാരൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ വലിയ സമ്പന്നരായതുകൊണ്ടോ അവർ പ്രത്യേക രീതിയിൽ ദൈവം സൃഷ്ടിച്ച് തയ്യാറാക്കിയത് കൊണ്ടൊക്കെ ആയിരിക്കാം അവർ വിജയിച്ച് വലിയ ആളുകളായത്. എനിക്കതാവാൻ പറ്റാത്തത് ഞാൻ ഇങ്ങനെയാണ്, എന്നെ ദൈവം ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നും തന്നിട്ടില്ല, എനിക്ക് അച്ഛനമ്മമാരെ സൃഷ്ടിച്ചില്ല, നല്ലൊരു എഡ്യൂക്കേഷൻ തന്നില്ല, നല്ല സാഹചര്യങ്ങൾ തന്നില്ല, നല്ല പണം തന്നില്ല, നല്ലൊരു കോൺഫിഡൻസ് ഉള്ള മൈൻഡ് തന്നില്ല, ഞാൻ ഇങ്ങനെയാണ്. പക്ഷെ വിജയിച്ച ആളുകൾ അതിനു വേണ്ടി സൃഷ്ടിച്ചതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ വസ്തുത? വിജയിച്ച ആളുകൾ എല്ലാവരും പ്രതിസന്ധികൾ ഇല്ലാത്തവരാണെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചത്? വിജയിച്ച ആളുകൾ ധാരാളം പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ജീവിതത്തിൽ. ഒരുപാട് പ്രതിസന്ധികൾ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും വലിയ വേദനകളും പ്രതിസന്ധികളും കടന്നിട്ട് തന്നെയാണ് ഓരോ മനുഷ്യനും വിജയത്തിന്റെ പടവുകൾ കയറിയത്. പക്ഷെ എന്താണ് അവരുടെ ജീവിതത്തിലും സാധാരണ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുടെ ജീവിതത്തിലും സംഭവിക്കുന്ന വ്യത്യാസം എന്താണ്? എവിടെയാണ് ആ പ്രധാനപ്പെട്ട വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നതിൽ എല്ലാത്തിലൊന്നും നമ്മുടെ കൺട്രോളൊന്നുമില്ല. ഇപ്പൊ നമുക്ക് കൊറോണ വന്നു, നമ്മുടെ കൺട്രോളൊന്നുമല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫ്ലഡ് വന്നു, നമ്മുടെ കൺട്രോളല്ല. നമുക്കൊരു ആക്സിഡന്റ് ചിലപ്പം മറ്റുള്ള ഒരാളുടെ മിസ്റ്റേക്ക് കാരണം സംഭവിച്ചു, പലപ്പോഴും നമ്മുടെ കൺട്രോളല്ല. എനിവേ, അത് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അട്രാക്ട് ചെയ്തതാണെന്ന് പറയാം. പക്ഷെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പലപ്പോഴും നമ്മുടെ കൺട്രോളിലല്ല. പക്ഷേ നമ്മുടെ കൺട്രോളിൽ അല്ലാതെ നടക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമെങ്കിലും നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ച് നമുക്ക് അനുഭവപ്പെടുന്ന ഫീലിന്റെ ഉത്തരവാദി നമുക്ക് തന്നെയാണ്. ഫ്ലഡ് വന്നു, നമുക്കതിനെ ഒരു ദുരന്തമായിട്ട് എടുക്കുകയും വളരെ പോസിറ്റീവായിട്ട് അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ടും കോൺഫിഡൻസ് ആയിട്ടും അതിനെ നേരിടാം. അല്ലെങ്കിൽ അയ്യോ എൻ്റെ വീട്ടിൽ വെള്ളം കയറി, എനിക്കെല്ലാം നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയും ചെയ്യാം. ബോത്ത് ഈസ് അവർ ചോയ്സ്. സിറ്റുവേഷനുകളെ കുറിച്ച്, ഇപ്പൊ കൊറോണ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ചുറ്റുപാടുകൾ നടക്കുമ്പോൾ, നാട്ടുകാർ നടക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൺട്രോൾ ഇല്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങള്, നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെ കുറിച്ച് പരാതികളും കംപ്ലൈന്റുകളും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് സംഭവിക്കും? യഥാർത്ഥത്തിൽ മറ്റൊന്നും സംഭവിക്കില്ല മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികളും പ്രയാസങ്ങളും പിന്നെയും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിപ്പിക്കുന്ന സെമിനാറുകളിൽ പലരും ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് അവരുടെ ലൈഫിലേക്ക് അത് വരുന്നു, എൻ്റെ ലൈഫിലേക്ക് ഒന്നും വരുന്നില്ല, ഒരു സന്തോഷം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ്സ് ബിക്കോസ് യു കംപ്ലൈൻ അബൌട്ട് ദ സിറ്റുവേഷൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാകാം, ഇഷ്ടപ്പെടാത്തതാകാം. കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ആ കംപ്ലൈന്റ് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ നിങ്ങൾ നിരന്തരം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് നമ്മൾ നിരന്തരമായിട്ടും നെഗറ്റിവിറ്റിയെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നിരന്തരമായിട്ട് നമ്മൾ അതിനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് വി ഫീൽ ഇൻസൈഡ് വി ആർ ഗോയിങ് ടു അട്രാക്ട്. എന്താണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ചുറ്റുപാടുകൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമ്മുടെ കൺട്രോളില്ലാത്ത പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞാലും ഡോണ്ട് കംപ്ലൈൻ, ഫീൽ എ ലൈഫ് ഓഫ് ഗ്രേറ്റ്ഫുൾനെസ്. ഒരു സന്തോഷമുള്ള, നന്ദിയുള്ള ഒരു ലൈഫ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ഉള്ളിലുള്ള ഫീലാണ് നമ്മുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നത്. അതാണ് വിജയികളും പരാജയപ്പെട്ടാണ് നമ്മളുടെ വ്യത്യാസം. വിജയിയുടെ ലൈഫിലേക്ക് ഒരു പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ, വിജയിയുടെ ലൈഫിലേക്ക് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, അയാൾക്ക് കൺട്രോൾ ഇല്ലാത്ത അയാളുടെ ചുറ്റുപാടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, അയാൾ ഒരിക്കലും തന്നെ പരാതി പറയില്ല എന്ന് മാത്രമല്ല, അതിന് ഉള്ളിലേക്ക് കടക്കാതെ, അതിനുള്ളിലേക്ക് റിഗ്രറ്റോ സങ്കടമോ നിരാശയോ തോന്നാതെ, ദിസ് ഈസ് എ ലെസൺ, ദർ ഈസ് എ ലെസൺ ഫ്രം ദിസ്, അല്ലെങ്കിൽ ഈ ചുറ്റുപാടിൽ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഐ ക്യാൻ ലേൺ മോർ, ഐ ക്യാൻ ബി മോർ കോമ്പറ്റന്റ് ഡ്യൂറിങ് ദിസ് ഹാർഡ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാമെന്ന് പറഞ്ഞ് അതിനെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയും ഗോൾ സെറ്റ് ചെയ്യുകയും ആ പോസിറ്റീവ് ഫീൽ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്യും. ബിക്കോസ് വെൻ ഹി ഫീൽ ഹാപ്പിനെസ് ആൻഡ് പോസിറ്റിവിറ്റി ഇൻസൈഡ്, ഹി വിൽ സ്റ്റാർട്ട് attracting positivity, because our life and our mind is a magnet, but it will work according to its feeling. അതിൻ്റെ ഉള്ളിൽ എന്ത് ഫീലാണോ, എന്ത് വികാരമാണോ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നത്, അതാണ് ഒരു മാഗ്നറ്റ് വലിച്ചടുപ്പിക്കുന്നത് പോലെ നമ്മുടെ ലൈഫ് വലിച്ചടുപ്പിക്കുന്നത്. സോ ഇഫ് യു ആർ കംപ്ലൈനിങ് അബൌട്ട് യുവർ സിറ്റുവേഷൻ, യു വിൽ അട്രാക്ട് ഓൾ നെഗറ്റിവിറ്റി. ജീവിതത്തിൽ നിരന്തരമായിട്ട് കംപ്ലൈന്റുകൾ പരാതികൾ വന്നുകൊണ്ടിരിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് കംപ്ലൈന്റ് പറയുന്ന ആളെ കണ്ടിട്ടുണ്ട്. 10 വർഷം മുൻപ് കണ്ടപ്പോഴും അവർക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു പറയാൻ. ഇപ്പൊ കാണുമ്പോഴും സെയിം കംപ്ലൈന്റ്, സെയിം സിറ്റുവേഷൻ. ലൈഫ് ഹാസ് നോ ഗ്രോത്ത്, നോ ചേഞ്ച് ഇൻ ദെയർ കംപ്ലൈന്റ് ആൻഡ് ഇൻ ദെയർ ലൈഫ് ടു. ദിസ് ഈസ് വാട്ട് ഈസ് ലൈഫ്.
This is what is life and this is what is happening in our life. Don't do complain. Situations may be different, but feel. That is your choice. What is feeling inside in you, that's your own choice, my dear. It's not someone else's choice. It's your choice. So choose to be happy. When you choose to be happy in every situation, your mind will produce a positive and happy vibration. That positive and happy vibration will start magnetize your body and mind to attract the positive and to produce the positive energy. When you are in a positive energy, you will set a positive frequency to the universe. And this entire universe system, this entire body and mind and soul and this universal energy will attract the same happy and positive energy to your life. And you will be abundant with the positivity if you feel positive inside always. And the same thing happen to your life if you feel negative. If you're complaining about your situation, if you're complaining about your life all the time, you will start attracting, you will start producing a negative vibration, and it will turn into a negative energy. It will convert into a negative frequency, and it will transmit it to the universe, and the same frequency will attract the same negative energy to you. So you will end your life with resentment, depression, and disappointment and failures. So don't complain. Choose to be happy. Thank you so much. This is the main difference of സക്സസ് ആൻഡ് ഫെയിലിയർ. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് വഴി നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ബോഡിയിലും മൈൻഡിലും ഹാപ്പിനെസ്സിൻ്റെയും എനർജിയുടെയും വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്ത് എനർജിയെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഫ്രീക്വൻസിയിലേക്ക് ടേൺ ചെയ്ത് ലൈഫിലേക്ക് ഇഷ്ടമുള്ളതെല്ലാം, സന്തോഷമുള്ളതെല്ലാം, ഇഷ്ടമുള്ള വ്യക്തികൾ, ഇഷ്ടമുള്ള ആളുകൾ, ഇഷ്ടമുള്ളതിനെല്ലാം ആകർഷിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ബിസിനസ്സിനെ ഹൈ എൻഡ് സക്സസ്സിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബിസിനസ് ബൂം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ പ്രോഗ്രാമുകളെ കുറിച്ച് അറിയാം. ഓൺലൈനിൽ ലൈഫ് ട്രാൻസ്ഫോർമേഷനും ലോ ഓഫ് അട്രാക്ഷനുമായിട്ടുള്ള നിരവധി കോഴ്സുകളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. വി വിൽ ഗിവ് യു ഫുൾ ഡീറ്റെയിൽസ്. നിങ്ങളിതുവരെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ചെറിയ നുറുങ്ങ് ടിപ്സുകൾക്ക് വേണ്ടി, ലൈഫ് ചേഞ്ചിങ് ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നതാണ് Casac Benjali. I will be there in Instagram. Thank you so much. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി.